ഏവർക്കും സ്നേഹവന്ദനം. ഓണം നമ്മുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. പല ക്രൈസ്തവ സഹോദരങ്ങളും ചോദിക്കാറുണ്ട്, ഓണം ആഘോഷിക്കുന്നത് നല്ലതാണ്. ഈ അടുത്ത ചില വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ചോദ്യം ക്രൈസ്തവ അതരങ്ങളിൽ നിന്ന് ഉയർന്നു വരുവാൻ തുടങ്ങിയിട്ട്. മുൻകാലങ്ങളിൽ ഇതാരും അങ്ങനെ ചോദിക്കുകയില്ലായിരുന്നു. കാരണം എല്ലാവരും ഓണം ആഘോഷിക്കുമായിരുന്നു. ഞാൻ അന്നും ഇന്നും ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദേശീയ ഉത്സവമാണ് ഓണം. കാരണം ഇതിന് ഒരു ചരിത്രപരമായ ബാധ്യതയുണ്ട്. ഇതിന് ചരിത്രപരമായ ഒരു കൂട്ടായ്മയുണ്ട്, ചരിത്രപരമായ ഒരു ഐക്യത്തിന്റെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഈ ഓണം, അല്ലെങ്കിൽ എല്ലാ കാലത്തെയും ഓണം നമുക്കൊക്കെ വലിയ സന്തോഷം തരുന്ന, ആനന്ദം തരുന്ന നിരവധി കാര്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനിതിൻ്റെ ഐതിഹ്യ കഥകളിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം അത് മുഴുവൻ തന്നെ ഐതിഹ്യങ്ങളാണ്. അതിൽ ശരിയായിട്ടുള്ള ഒരു ചരിത്രം പോലും ഉരുവാക്കാൻ കഴിയുകയില്ല എന്നുള്ള നമുക്കറിയാം. പ്രത്യേകിച്ച് ദശാവതാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വാമനൻ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ 5ാമത്തെ അവതാരമാണ്, വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായിട്ടാണ് വാമനെ പറയുന്നത്, വാമന മുനിയെ കുറിച്ച് പറയുന്നത്. ആദ്യത്തെ മത്സ്യ, കൂർമ്മ, വരാഹം, നരസിംഹം, പിന്നെ വാമനൻ. അത് കഴിഞ്ഞിട്ടാണ് 6ാമത്തെ അവതാരമായിരിക്കുന്ന പരശുരാമൻ. പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്. അപ്പൊ ഈ കേരളത്തിൽ വാമനൻ വന്നിരുന്നു എന്നും ഇവിടെ മാവേലി ഭരിച്ചിരുന്ന സമയത്ത് വാമനൻ അവതാരമെടുത്തു വന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ മിഥോളജി വളരെ തെറ്റാണെന്നുള്ളത്, ഐതിഹ്യം വളരെ തെറ്റാണെന്നുള്ളത് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ VHPക്കാരോ അല്ലെങ്കിൽ ബജരംഗദളോ ഇതിനെ എതിർക്കാനായിട്ട് വരികയുമില്ല. കാരണം അവർക്ക് മാവേലിയേക്കാളും ഇഷ്ടം, മാവേലിയേക്കാളും ഇഷ്ടം വാമനെയാണ്, വാമന ദേവനെയാണ് അവരൊക്കെ ആരാധിക്കുന്നത്. അതുകൊണ്ട് മഹാബലിയെ ആഘോഷിക്കുന്ന, മഹാബലിയുടെ ഉത്സവം ആഘോഷിക്കുന്നവരെ എതിർക്കുക എന്നുള്ളതാണ് വാമന മുനിയുടെ ആളുകൾ സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തെ ആ മിഥോളജി പറയുമ്പോൾ അവരാരും തന്നെ എതിർക്കാൻ സാധ്യതയില്ല. ഇനി അഥവാ എതിർത്താലും ചരിത്രപരമായിട്ട് എനിക്ക് അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രശ്നവുമല്ല. എങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഇതൊരു ഹിന്ദുത്വ ഉത്സവമല്ല. അങ്ങനെ ചില ആളുകളൊക്കെ ഈ അടുത്ത സമയത്ത് അതിനെ ഒരു മതവൽക്കരണം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്നുമല്ല, ഇവിടെ ഐക്യത്തോടുകൂടെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഭരിച്ച ഒരു രാജാവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ കേരളം തന്നെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ മാവേലി നാട് വാണിടും കാലം എന്നൊക്കെ പറഞ്ഞ് കേരളത്തെക്കുറിച്ചുള്ള കഥകളായിട്ട് ഇതിനെ പറഞ്ഞ് പരത്താനായിട്ട് സാധിക്കുന്നത്? അപ്പം ചിന്താശക്തി ഇല്ലാത്ത ആളുകളുടെ ഇടയിൽ ഇത് വേണമെങ്കിൽ പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് കുറെ ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് അതിനെ പൊടിപ്പുന്തങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ കഴിയും. 2 കാര്യങ്ങൾ നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് ഓർത്തുകൊള്ളണം. ഒന്ന്, ഇവിടെ ഉണ്ടായിരുന്ന ചാതുർവർണ്ണ്യമാണ്. ചാതുർവർണ്ണ്യത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് തന്നെ ഒരുമിച്ചിരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അതിൽ 2 കൂട്ടർക്ക് മാത്രമേ ഒരുമിച്ചിരിക്കാൻ കഴിയുള്ളായിരുന്നു. ഒന്ന് ക്ഷത്രിയൻ ഭരണം നടത്തുന്നവനായതുകൊണ്ട്, രാജകൊട്ടാരത്തിലായിരിക്കുന്നതുകൊണ്ട് അവന് ഉപദേശം കൊടുക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണനും. അവർക്ക് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് നടക്കാനോ മാക്സിമം അവകാശം ഉണ്ടായിരുന്നുള്ളൂ, അടുത്തടുത്ത് നിന്ന് സംസാരിക്കാൻ. എന്നാൽ അതിനപ്പുറത്ത് ഈവൻ ഈ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നായന്മാർക്ക്, അവർക്ക് പോലും കുറച്ചൊക്കെ അകലം മാറി നിന്നിട്ട് സംസാരിക്കാനും വായു പൊത്തി സംസാരിക്കാനുള്ള അവകാശങ്ങളെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ താഴെയുള്ള ചണ്ടാളന്മാരുടെ കാര്യം പറയണോ? അപ്പൊ പിന്നെ ഇവിടെ മാനവരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടുന്ന ആരെ കുറിച്ചായി പാടുന്നത്? ഏത് കഥയാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ അങ്ങനത്തെ കഥകളൊന്നുമല്ല. പക്ഷേ ഓണത്തിനൊരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓണത്തിന് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഈ പാവപ്പെട്ട ജനത്തെ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അടിമത്വമൊക്കെ ഉള്ള കാലഘട്ടമാണ്. ചാതുർവർണ്ണ്യം നിലനിൽക്കുന്ന കാലഘട്ടത്തില് അടിമത്വം കണ്ടമാനം ഉണ്ടായിരുന്നു. പാവപ്പെട്ട പറയാപുലയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് ഞാറ് നടിയിക്കാനും ഊഴിയവേല ചെയ്യിക്കാനും, അല്ലെങ്കിൽ അവർ അധ്വാനിക്കാനും, പറമ്പത്തും ഒക്കെ അധ്വാനിച്ചിട്ട് അവരുടെ ചോരയും നീരുമൊക്കെ ആ പാടത്തും പറമ്പത്തും വീണ് കഴിഞ്ഞാൽ അതിന്റെ ഫലം ഇങ്ങനെ മൃഷ്ടാന ഭോജനം പോലെ കഴിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് വീണ്ടും ഈ പാവങ്ങളുടെ കൂരയിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വളപ്പിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഫലം കൂടെ കൊണ്ടുവന്ന് കാഴ്ചയായിട്ട് കൊടുത്ത് അവരുടെ അനുഗ്രഹം തേടാനായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഇതിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? അതായിരുന്നു ഇതിന്റെ വാസ്തവത്തിലുള്ള ചരിത്രം. അപ്പോൾ ആ അടിയാന്മാർക്ക് എന്തെങ്കിലും ഒരു പുടവ കൊടുക്കുക വല്ലപ്പോഴും. അത് കൈ കൊടുക്കുകയല്ല, ഇട്ടുകൊടുക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ ഈ ചാന്നാർ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ചാന്നാർ വിപ്ലവമാണ്, കലാപമല്ല, അതൊരു വിപ്ലവമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വസ്ത്രം മറയ്ക്കാനായിട്ട് മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത
ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തില് ആർക്കെങ്കിലും ഒരു പുടവ കിട്ടിയാൽ ആ പുടവ അതേപോലെ തന്നെ ഉടുക്കാനും പറ്റിയാല, അത് ചവിട്ടി ചെള്ളയെ കുഴച്ച് അത് അതിന്റെ നിറം മാറ്റിയിട്ടേ ഉടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് നിങ്ങൾ മാനവരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടുന്നത്. എന്തൊരു പോഷത്വമാണ് നിങ്ങൾ ആ പാടുന്നത്. എന്നാൽ ഒന്നുപോലെ ആകാൻ കഴിയുമെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തന്ന ചില ആളുകളുണ്ട്. അന്നത്തെ കേണൽ ജോൺ മൺറോ പോലുള്ള റെസിഡന്റ് ഒക്കെ ഇവിടെ വന്ന് നമുക്ക് ചില പ്രത്യേക നീതിയും അതേപോലെ അതേ ഈക്വാലിറ്റിയും ഒക്കെ അവര് പ്രഖ്യാപിച്ചത് കൊണ്ട് ഇവിടെ കുറച്ചും കൂടെ ഒക്കെ സമത്വം ഉണ്ടാകുവാനിടയായിത്തീർന്നു. അതുകൂടാതെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് വിദ്യാഭ്യാസമൊക്കെ നൽകി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ അടിമപ്പള്ളിക്കൂടങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പഠിച്ച ആളുകൾക്ക് തോന്നി തങ്ങളും മനുഷ്യരാണ്, അതുവരെ തങ്ങൾ മൃഗങ്ങൾക്ക് തുല്യരായിരുന്നു. അത് ഞാൻ ഒരു അതിശയോക്തിയായിട്ട് പറയല്ല. കാരണം മൃഗത്തോടൊപ്പം തന്നെ പുരുഷനെയും സ്ത്രീയെയും വെച്ച് തോളത്ത് നുകം വെച്ച് കെട്ടി ഉഴുന്ന ഒരു സമ്പ്രദായം നമ്മുടെ മധ്യ തിരുവിതാംകൂറിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ചങ്ങനാശ്ശേരി, കോട്ടയം അങ്ങോട്ടങ്ങോട്ട് പോയാൽ ആ പള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെയൊക്കെ സ്മാരകങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അവിടുത്തെ മുത്തച്ഛന്മാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കഴുത്തിൽ തഴമ്പ് കാണും. ആ കാലത്ത് അവരും ഇതുപോലെ നുകം ചുമന്നിട്ടുണ്ട് മൃഗത്തോടൊപ്പം. അപ്പൊ അങ്ങനെ മൃഗതുല്യരായി കണ്ട ആ കാലഘട്ടത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ ഒന്നാണ് ഇവിടെ മഹാബലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭരിച്ചപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനല്ല, ഇപ്പൊ നമ്മൾ മൃഗങ്ങളെ പോലെയാണ് എന്നുള്ള ആ സങ്കടകരമായ അവരുടെ ദണ്ണം, അവരുടെ നിലവിളികൾ കഥകളായിട്ട് അവരുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മക്കൾക്കും തലമുറകൾക്കും ഒക്കെ പകർന്നു കൊടുത്ത കഥകളാണ് നമ്മൾ ഇന്ന് ഐതിഹ്യങ്ങളായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഓണത്തിന് വലിയൊരു അർത്ഥമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യൻ മിഷണർമാർ വന്ന് നമുക്ക് വിദ്യാഭ്യാസമൊക്കെ തന്ന് പഠന സൗകര്യങ്ങളൊക്കെ ഉണ്ടായി ഭക്ഷണം കഴിക്കാൻ തക്കവണ്ണമുള്ള യോഗ്യത കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഞാൻ ആ വാക്ക് ബോധപൂർവം പറയുകയാണ്, യോഗ്യത കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതുവരെ നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ യോഗ്യതയില്ലായിരുന്നു. മനസ്സിലായല്ലേ? ഉപ്പൊന്ന് ഉച്ചരിക്കാൻ അവകാശമില്ലാത്തവരായിരുന്നല്ലോ ഇവിടുത്തെ പാവങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആ സമൂഹത്തിന് ഒരുമിച്ചിരുന്ന്, അവരുടെ കൂട്ടത്തിന് തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ തക്കവണ്ണം, അതുവരെ കുമ്പിളിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നവർക്ക് ഇല ഇട്ട്, കുമ്പിളില്ലാതെ ഇലയിട്ട് ചോറ് തിന്നാൻ, കഞ്ഞിയല്ല ചോറ് തിന്നാൻ അവർക്ക് കിട്ടിയ അവസരത്തെയാണ് അവര് മാവേലി നാട് വാണിടും കാലം എന്ന് പറഞ്ഞ് ഓരോ തമ്പ്രാക്കന്മാരെ വാഴ്ത്താൻ ഇടയായിത്തീർന്നു. അതാണ് അതിന്റെ നിജാവസ്ഥ. മനസ്സിലായില്ലേ? ഇതൊരു ദേശീയ ഉത്സവമാണ്. നമ്മളെ സംബന്ധിച്ച് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടി വരുവാനും സന്തോഷിക്കുവാനും കഴിയുന്ന മനോഹരമായ ചില ദിവസങ്ങളാണ് ഈ ഓണത്തിന്റെ അവധിക്കാലവും ഓണാഘോഷങ്ങളും. അതിനകത്ത് ഐതിഹ്യങ്ങളെല്ലാം നമ്മളങ്ങ് മാറ്റിവെച്ചേക്കാം. രണ്ടു തരത്തിലുള്ള കൾച്ചറാണ് നമുക്കുള്ളത്. ഒന്ന് സോഷ്യൽ കൾച്ചർ ഉണ്ട്, മറ്റൊന്നൊരു റിലീജിയസ് കൾച്ചർ. റിലീജിയസ് കൾച്ചറിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ കൾച്ചർ ഉണ്ട്. അതിനകത്ത് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമന്യേ എല്ലാവരും കൂടെ സംഘടിക്കുക, ഒരുമിച്ച് പാട്ടുകൾ പാടുക, നൃത്തം ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് വടംവലികള്, അതുപോലെയുള്ള കളികള്, ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ഐക്യത്തോടുകൂടെ നിൽക്കുന്നു, ഇത് നമ്മുടെ നാടാണെന്നും നാം എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള വലിയ ഒരു സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഓണം നമുക്ക് തരുന്നത്. ഇതിനെ ആരും തിരസ്കരിക്കരുത്, ഇതിനോട് ആരും മുഖം തിരിക്കരുത്. ഒരു ജാതിക്കാർക്കും ഒരു മതക്കാർക്കും ഇത് തങ്ങളുടേതാണെന്ന് അവകാശപ്പെടാൻ യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. ഇത് നമ്മുടെ കേരളത്തിന്റെ തനിമയാർന്ന ഒരു ഉത്സവമായിട്ട് തന്നെ നമ്മൾ ഇതിനെ മാറ്റണം. ഇവിടെ നമുക്ക് സന്തോഷിക്കാനിടയാകണം. ഇത് ഒരു ബിസിനസ്സും കൂടിയാണെന്നുള്ളത് മറന്നു പോകരുത്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന കാലഘട്ടമാണ്. പണം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വിനിമയം ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. കാരണം അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഓണം നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിയുന്നതാണ്. അതിനകത്തൊരു മതചിന്ത കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അതിനകത്തൊരു ജാതീയ ചിന്ത കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതൊരു ഉത്സവമാണ്. ഈ ഉത്സവം വേദപുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയാറുള്ള ഒരു മറുപടി ഉണ്ട്. കൊയ്ത്തുത്സവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊയ്ത്തുത്സവം അതേപോലത്തെ ഒരു ഉത്സവം തന്നെയാണിത്. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ കൊയ്ത്തുത്സവം നടക്കുകയും അവര് ദശാംശവുമായിട്ടും വഴിപാടായിട്ടും ഒക്കെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ലേവ്യർക്കും പുരോഹിതന്മാർക്കും ഒക്കെ അവരുടെ ആദ്യ ഫലങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ
ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, നമ്മൾ എല്ലാ വർഷവും അത് ആചരിക്കാറുണ്ട്. അത് പിന്നെ പണം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് മാത്രം. എന്നാൽ ഇത് അതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ഉത്സവമാണിത്. അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ എല്ലാ ഭാവങ്ങളും എല്ലാ സമ്മോദങ്ങളും അർപ്പിക്കുന്നു. നമുക്ക് ഈ ഓണം അടിച്ചു പൊളിക്കണം, ഒരുമിച്ച് ആഘോഷിക്കണം. നന്ദി, നമസ്കാരം.